ഞാൻ നിങ്ങളോട് പറയുന്നത്, മുസ്ലിം ലീഗിന് വ്യത്യസ്തമായ പോഷക സംഘടനകളുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാൻ MSF ഉണ്ട്, യൂത്ത് ലീഗിൻ്റെ കാര്യം നോക്കാൻ മുനവറിൽ തങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് ഉണ്ട്, തൊഴിലാളികളുടെ കാര്യം നോക്കാൻ, വനിതകളുടെ കാര്യം നോക്കാൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പ്രവാസ സംഘടന ഉണ്ടാക്കിയത് പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന നിലക്കാണ്. നിങ്ങളുടെ പ്രാഥമികമായ പരിഗണന ഉണ്ടാവേണ്ടത് പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, അവരുടെ പ്രശ്നങ്ങളിലാണ്. ആധുനിക കാലത്തെ പ്രശ്നം എന്താണ്? ഇപ്പൊ മിഡിൽ ഈസ്റ്റിനെ ഏറ്റവും കൂടുതൽ ലോകം പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. യൂറോപ്യൻ നാടുകളിൽ വന്നിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിലെ ഇൻസെക്യൂരിറ്റി, ഇതെല്ലാം മിഡിൽ ഈസ്റ്റിലേക്ക് ജനങ്ങൾ വരാൻ കാരണമാകുന്നു. ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി ജനങ്ങൾക്ക് ഇവിടെ വരാൻ കാരണമാകുന്നുണ്ട്. ഇവിടൊക്കെ സ്ത്രീകളടക്കമുള്ളവർക്ക് ലഭിക്കുന്ന അപാരമായ സുരക്ഷ ലോകത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ലോകത്തിലെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന്റെ 80% മിഡിൽ ഈസ്റ്റിലാണ്. അതിലെ 62% നിൽക്കുന്നത് അബുദാബിയിലാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പ്രഗത്ഭരായ നേതൃത്വം കൊണ്ട് ഈ മിഡിൽ ഈസ്റ്റ് സമാധാനപരമായി വന്നിരിക്കുന്നു. അശാന്തിയൊക്കെ ഒഴിയുകയാണ്. ലോകത്തിലെ പുതിയ ട്രെൻഡ് നമുക്കറിയാം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പദം ഏറ്റെടുക്കുകയാണ്. ട്രംപിന്റെ അധികാര പദവിയോട് ചേർന്ന് ഒരു പാഠം ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കുമുണ്ട്. അതെന്തെന്നാൽ, അമേരിക്കയിലെ മുസ്ലിങ്ങൾ, അമേരിക്കയിലെ മതേതര വിശ്വാസികളായ ആളുകൾ ബൈഡന് വോട്ട് ചെയ്തവരായിരുന്നു. ജോർജ് ബൈഡനെ തെരഞ്ഞെടുക്കാൻ, ഡെമോക്രാറ്റിക് പാർട്ടിയെ തെരഞ്ഞെടുക്കാൻ അമേരിക്കയിലെ ഒരു വലിയ ജനസമൂഹം തയ്യാറായിരുന്നു. അതേ ജനസമൂഹം ട്രംപിന്റെ വിജയത്തിന് കാരണമായി എന്നതാണ് പുതിയ കണക്ക്. അധികാരത്തിലിരിക്കുന്നവർ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ പഴയ പോലെയല്ല, ജനങ്ങളുടെ തിരിച്ചടികൾ വളരെ പെട്ടെന്നാണ് എന്നതാണ് അമേരിക്കയിൽ ഒരുപക്ഷെ ട്രംപിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ട്രംപ് ജനങ്ങളുടെ മുമ്പിൽ പറയുന്ന ചില മുദ്രാവാക്യങ്ങൾ മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ മേക്ക് അമേരിക്ക, ഗ്രേറ്റ് അമേരിക്ക എന്ന തരത്തിലേക്ക്, അമേരിക്കയുടെ സമുദ്ധാരണമാണ് ഇനി ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന തരത്തിലേക്ക് ട്രംപ് അമേരിക്കയിലേക്ക് അറ്റൻഷൻ മാറ്റിക്കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഈ മേഖലകളിൽ സമാധാനത്തിന്റെ സാധ്യതകൾ കുറെ കൂടെ വർദ്ധിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളുണ്ട് മിഡിൽ ഈസ്റ്റിന് പ്രത്യേകിച്ച്. ഇവിടേക്ക് ലോകത്തിന്റെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. സൗദി അറേബ്യ അടക്കമുള്ളിടത്ത് വലിയ പദ്ധതികൾ വരുന്നു. നമ്മുടെ മക്കളാവട്ടെ, നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? നമുക്ക് കഫ്റ്റീരിയയുണ്ട്, നമുക്ക് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന നമ്മളുടെ മിടുക്കുകൾ കൊണ്ട് മാത്രം നടത്തിയിരുന്ന ഒരുപാട് അതിജീവനമാണ് പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് മലയാളികൾ നല്ല ഒരു ശതമാനവും നിൽക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മക്കൾ അങ്ങനെയല്ല. നിങ്ങളുടെ മക്കൾ ആ പുതിയ ലോകത്തോട് മത്സരിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ, അല്ലെങ്കിൽ അത്രമേൽ വിദ്യാഭ്യാസമുള്ള, കാഴ്ചപ്പാടുകളുള്ളവരാണ്. അവരെ പ്രവാസ ലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കുതകുന്ന വിധത്തിൽ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാൻ കുവൈത്ത് KMCCയുടെ പുതിയ ഭരണാധികാരികൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾക്ക് കഴിയണം. പ്രവാസ ലോകത്തെ തിരഞ്ഞു വരുന്നവരെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾ പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം, ഞാൻ എല്ലായ്പ്പോഴും യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുന്ന കാലത്തും ഇപ്പോഴും സഹപ്രവർത്തകന്മാരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ പ്രവാസികളിൽ മഹാഭൂരിപക്ഷം എന്നല്ല, 100% വരുന്നത് നാട്ടിൽ നമുക്കുള്ള അവസരങ്ങളില്ലാത്തത് കൊണ്ട്, ജീവിതത്തിൽ ജയിച്ചു വരാനുള്ള, സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. KMCCയുടെ ഒരുപാട് പ്രവർത്തകന്മാർ എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് അവരെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാവാറില്ല. അവരിങ്ങനെ നാട്ടിൽ എപ്പം വന്നാലും, നാട്ടിൽ ഉള്ള ആളുകൾക്ക് 10ഉം 20ഉം വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ചില സഹോദരന്മാർ നാട്ടിൽ വന്നാൽ അവന് കിടക്കാൻ ഒരു നല്ല വീടുണ്ടാവില്ല. ജീവിതത്തെ അങ്ങനെ പരാജയപ്പെടുത്തരുത് എന്ന് ഞാൻ അവരോട് പറയാണ്. നിങ്ങൾ ഇവിടെ വന്നത് സമ്പാദിക്കാനാണ്. ആ സമ്പാദിക്കുക എന്ന കാര്യത്തിൽ നിങ്ങളുടെ അറ്റൻഷൻ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബവും നിങ്ങളോട് തന്നെയുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് മറന്നു പോകരുത് എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്നേഹപൂർവ്വം അവരോട് പറയാണ്. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയണത്,
നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം. തീരെ ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ് പ്രവാസി സമൂഹം എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ കമ്പനി കൂടിയാൽ ഏത് നട്ടപ്പാതിരക്കും ഒരാടിനെ അങ്ങനെ തന്നെ വിഴുങ്ങാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ്. രാത്രി അസമയത്ത് മാത്രമാണ് നിങ്ങൾ പ്രവാസികളിലെ മഹാഭൂരിപക്ഷവും ഭക്ഷണം കഴിക്കുന്നത്. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നാൽ നമ്മളെ കെയർ ഓഫിൽ തിന്നുക എന്നുള്ള നിങ്ങളുടെ ഒരു പരിപാടിയാണ്. ഏത് കെയർ ഓഫിൽ തിന്നാലും തടി നിങ്ങളതാണ്, നിങ്ങൾ മറക്കരുത്. പലപ്പോഴും പ്രവാസികളിൽ കാണുന്ന ഒരു പ്രശ്നം, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ ആരോഗ്യം നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ എത്ര നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ, എത്ര നല്ല സാഹചര്യങ്ങളാണ്, എന്തെല്ലാം ഫെസിലിറ്റിയാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യം തകർന്നു പോകുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തെ ക്രമപ്പെടുത്തി എടുക്കുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. പ്രവാസ സമൂഹത്തിൻ്റെ പുതിയൊരു പ്രശ്നമുണ്ട്. പഴയ പോലെയല്ല. നേരത്തെ പത്രക്കാർ സലാംക്കാരോട് ചോദിച്ചു, തങ്ങളോടും ചോദിച്ചു, നിങ്ങൾ വനിതകളുടെ കൂട്ടായ്മ ഇല്ലേ? പൊതുവെ കുവൈത്തിൽ അങ്ങനെ ഫാമിലി ആയിട്ട് വലിയൊരു വിഭാഗം ആളുകളില്ലാത്തത് കൊണ്ട് കുറവായിരിക്കാം. പക്ഷേ KMCC-യുടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ KMCC-യുടെ എല്ലായിടത്തും വനിതകളുടെ വിങ്ങുകളുണ്ട്. പക്ഷേ വനിതകൾ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ വിചാരിച്ച് നാട്ടിൽ നിന്ന് പറിച്ച് ഇവിടെ വരുന്ന കുടുംബത്തിന് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മക്കൾക്ക് പോലും ആധുനിക ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി നാട്ടിലാണെങ്കിൽ, ഇപ്പോൾ പുതിയ നാട്ടിലെ ഒരു ടേംസ് ഉണ്ട്, സൈക്കോളജിയിലെ ഒരു ടേമുണ്ട്, ഫാദർലെസ് ഫാമിലി എന്ന് പറയും. വാപ്പല്ലാത്ത കുട്ടികൾ എന്നല്ല, വാപ്പയുടെ സാന്നിധ്യം അനുഭവിക്കാൻ നിരന്തരമായി കിട്ടാത്ത മക്കളെന്നാണ്. അവരഭിമുഖീകരിക്കുന്ന ഒരു വലിയ സൈക്കോളജിക്കൽ ഇഷ്യൂ നാട്ടിലുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പക്ഷേ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി 100,000 മാർഗങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രവാസത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നാണ്. ഗൾഫ് ഒരു ആൺ റിസർവേഷൻ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CH മുഹമ്മദ് കോയ സാഹിബ് നടത്തിയിട്ടുള്ള ഒരു മഹാവിപ്ലവമുണ്ട്. അതതിൻ്റെ പാരമ്യത്തിൽ വിളവെടുക്കുന്ന ഒരു കാലമാണ് കേരളം. തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വണ്ടി നിർത്താൻ പറയുന്നുണ്ട് CH മുഹമ്മദ് കോയ സാഹിബ്. KC അബൂബക്കർ മൗലവി കൂടെയുണ്ട്. ആ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് CH കണ്ടിരിക്കുകയാണ്. KC ചോദിച്ചു, എന്താ CH നിങ്ങൾ ഇവിടെ നിർത്തിയത്? CH-ന്റെ കണ്ണ് നിറയുന്നത് KC കാണുന്നുണ്ട്. CH പറഞ്ഞു, KC, നമ്മളുടെ പെൺകുട്ടികൾ ഇതുപോലെ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് തട്ടമിട്ട് പുറത്തിറങ്ങി വരുന്നത് നമ്മൾ എപ്പോഴാ കാണുക? നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണമെന്നാണ് പൂക്കോയത്തങ്ങൾ കാഞ്ഞങ്ങാട്ടെ അവസാനത്തെ പ്രസംഗത്തിൽ ഒരു വസിയത്തായി ഈ സമുദായത്തോട് പറഞ്ഞത്. ആ പെൺകുട്ടികൾ ഇപ്പോഴെവിടെയുള്ളതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കേരളത്തിലെ ഏറ്റവും മിടുക്കികളായിട്ടുള്ള കുട്ടികളായി നമ്മുടെ പെൺമക്കൾ മാറിയിട്ടുണ്ട്, ഏറ്റവും നന്നായി. ആൺകുട്ടികൾ പക്ഷേ അതുകൊണ്ട് അഭിമുഖീകരിക്കുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, +2 ആകുമ്പോഴത്തേക്കും വാപ്പ അത് ജയിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കയറിക്കോന്ന് അറിയും. കഫ്റ്റീരിയ ഒറ്റക്കാണ്, ഇങ്ങോട്ട് വാന്നറിയും. അവനെവിടെ വരും? അവൻ്റെ അനുജത്തിയും ജ്യേഷ്ഠത്തെയൊക്കെ അവിടെ പഠിക്കുന്നുണ്ടാവും. ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, റിസർച്ച് കഴിഞ്ഞ്, അപ്പോഴാണ് ഇവൻ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ വരുന്നത്. ആകെ 2 മാസം ലീവ്, തെരഞ്ഞ് നടക്കും. ഡിഗ്രി ഒപ്പിച്ചിട്ട് ഒരു രക്ഷയില്ല. അവസാനം +2 പോയിട്ടൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു ഘട്ടമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, +2 കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാം. പഠിക്കാൻ 100,000 മാർഗങ്ങൾ ജോലി എടുത്തുകൊണ്ടുണ്ട്. നിങ്ങളത് ഉപേക്ഷിക്കരുത്. CH മുഹമ്മദ് കോയ സാഹിബ്, പൂക്കോയത്തങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഈ സമുദായം അതിൻ്റെ പാരമ്യത്തിൽ ഏറ്റെടുത്തു. കേരളത്തിലെ ക്യാമ്പസുകളിലെ തിളക്കുന്ന യൗവനം ഇന്ന് മുസ്ലിം പെൺകുട്ടികളുടേതുണ്ട്. ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവരോട് സംസാരിക്കാൻ പാകപ്പെടുന്ന തലത്തിൽ നമ്മുടെ നേതൃത്വത്തെയും ഉയർന്നു ചിന്തിക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എനിക്ക് വലിയ പ്രയാസം തോന്നിയൊരു കാര്യമുണ്ട്. ഈ അടുത്ത് കോഴിക്കോട് നടന്നിട്ടുള്ള എത്തിസ്റ്റുകളുടെ സമ്മേളനമുണ്ട്, യുക്തിവാദികളുടെ. ആ സമ്മേളനത്തിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരായത്, ഓൺലൈൻ പ്രേക്ഷകരായത്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള
മുസ്ലിം പെൺകുട്ടികളാണ്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഞാൻ എല്ലാ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും മതപരമായ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, അവരോട് സംസാരിക്കാവുന്ന ഭാഷ കൈവശപ്പെടുത്തേണ്ടതുണ്ട്, അവരുടെ രീതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാസത്തിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ആൺകുട്ടികൾ മാത്രം എന്ന റിസർവേഷൻ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. പെൺകുട്ടികളെയും സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് അതിനുള്ള ഗൈഡൻസുകൾ കൊടുക്കാൻ ഈ KMCCയുടെ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നു. മറ്റൊരു പ്രവാസ ഉത്തരവാദിത്തം, ഏറ്റവും ഗൗരവപ്പെട്ട ഉത്തരവാദിത്തം, സലാം സാഹിബ് അത് വേറെ ചില രീതിയിൽ ആ കാര്യങ്ങൾ പറയുകയുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട് കേരളം വളരെ അപകടകരമായ ഒരു പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിനൊരു രീതിയുണ്ട്. നമ്മുടെ നാട് ഒരു മൈനോറിറ്റി സ്റ്റേറ്റ് ആണ്, മൈനോറിറ്റി മെജോറിറ്റി ആയ സ്റ്റേറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ നവോത്ഥാന സംരംഭങ്ങൾ നടന്നിട്ടുണ്ട്. ഈഴവന്മാരുടെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, SNDP. നായർ സമൂഹത്തിന്റെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, NSS. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സീതി സാഹിബ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു നവോത്ഥാന പരിശ്രമം ബാഫക്കത്തങ്ങളും പുക്കോയത്തങ്ങളും ഒക്കെ ചേർന്ന് നടത്തിയുള്ള ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ മേഖലകളിൽ ഒരുപക്ഷെ ദളിത് സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി മാത്രമേ അത്തരത്തിലൊരു ശക്തമായ മൂവ്മെന്റ് കേരളത്തിൽ നടക്കാതെ പോയിട്ടുള്ളൂ. സാമുദായിക സംഘടനകളുടെ ഈ അതിശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസപരമായ മുന്നേറ്റവും രാഷ്ട്രീയമായ ഒരു അവയർനെസ്സും കേരളത്തിന്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ സ്വയം ആർജിതമായ ഒരു കരുത്ത് കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകൾക്കും ഉണ്ടായിട്ടുണ്ട്. ആ സമുദായ സംഘടനകൾ അവരുടെ പുരോഗതിയെ ഉറപ്പുവരുത്തുന്നതിൻ്റെ കൂടെ സാമൂഹ്യമായ ഒരു കൊടുക്കൽ വാങ്ങലുകളും ഉണ്ടാക്കിയിരുന്നു. വ്യത്യസ്തമായ ജാതി സമൂഹമാണ് SNDPയും അതുപോലെ തന്നെ നായർ സമൂഹവും, ഈഴവന്മാരും നായർ സമൂഹവും. പക്ഷെ അവർ കലഹിക്കാനല്ല. നായർ സമൂഹം വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് പോയി, ഈഴവന്മാർ വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് പോയി, മുസ്ലിം സമുദായം അവരുടെ പുരോഗതിയിലേക്ക് പോയി. നേരത്തെ തന്നെ ക്രിസ്തീയ സമുദായം വിദ്യാഭ്യാസപരമായി വളരെ കൺസോൾട്ടേറ്റഡ് ആണ്, അവര് ശക്തി പ്രാപിച്ചവരാണ്. എല്ലാവരും അവരവരുടെ സർക്കിളുകളിൽ ശക്തമായി നിൽക്കുകയും അതിന്റെ ബഹിസ്ഫുരണമായി രാജ്യത്ത് പുരോഗതിയിലേക്ക് പോവുകയും ചെയ്തു. നാട്ടിൽ സ്കൂൾ വന്നാൽ, കോളേജ് വന്നാൽ, ഒരു കിണർ കുത്തിയാൽ, നാട്ടിന്റെ പുരോഗതിയിൽ ഒരു വഴിവെട്ടിയാൽ, അവിടങ്ങളിലൊക്കെ എല്ലാവരുടെയും കൂട്ടമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്ത്യ മുഴുക്കെ തന്നെ വ്യാപിച്ചിരുന്ന ഒരു RSS സംഘി അജണ്ട അത്രമേൽ രൂഢമൂലമാം വിധത്തിൽ കേരളത്തിനകത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇറങ്ങാൻ കഴിയാത്തത് എല്ലാവരും ഒരുമിച്ച് പ്രതിരോധിച്ചത് കൊണ്ടല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധം RSSനെതിരായി കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു. പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് രൂപപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തെ RSSന് കേരളത്തിനകത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. എന്തു പറഞ്ഞാണ് ഇറങ്ങുക? ഏത് തരത്തിലാണ് അവർക്കിടയിലേക്ക് വരിക? ഒരുപാട് പരിശ്രമങ്ങൾ കേരളത്തിൽ ഉണ്ടായി. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ RSSന്റെ രാഷ്ട്രീയ രൂപമായ BJP എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, എത്ര മനക്കരുത്തോടെ, എത്ര നിശ്ചയദാർഢ്യത്തോടെ. പക്ഷേ പാറപ്പുറത്ത് വെള്ളമൊഴിക്കുന്നത് പോലെ കേരളത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് കയറാതെ അത് പുറത്തേക്ക് ഒഴുകി ഇങ്ങനെ പോവും. ചെറിയ ചെറിയ പെർസെന്റേജുകൾ വർദ്ധിച്ചു വരുമ്പോഴും ഒരു ഭാഗത്ത് നിന്ന് അവരിങ്ങനെ കുടിയൊഴിഞ്ഞു പോകും. എന്നാൽ സമീപകാലത്ത് RSS എന്ന് പറയുന്ന സംഘടന ഡയറക്റ്റായി കടന്നു വരുന്നതിന് പകരം അവരുടെ അപകടകരമായ ഭിന്നിപ്പിച്ച് കടന്നു വരിക എന്ന തന്ത്രത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോവുകയാണ്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, സാധ്യമാകാൻ കഴിയുന്ന സ്ട്രാറ്റജി RSSന്റെ കയ്യിലുണ്ട്. ഉദാഹരണം ആസാമാണ്. കേരളത്തിന് സമാനമായ ജാതീയ സമൂഹത്തിന്റെ സമവാക്യങ്ങൾ ചേർന്ന സ്റ്റേറ്റ് ആണ് ആസാം. ആസാം ഭരിക്കുന്നത് BJP ആണ്, ആസാം ഭരിക്കുന്നത് RSS ആണ്. നിങ്ങൾ ചോദിക്കും, കർണാടകയിൽ RSS വന്നല്ലോ. കർണാടകയിൽ RSS വന്നാൽ അതൊരു തരംഗം കൊണ്ട് മാറ്റാനാവും. കേരളത്തിൽ RSS വന്നാൽ അതുപോലെ മാറ്റിയെടുക്കുക പ്രയാസകരമാണ്. മാറ്റിയെടുക്കാൻ പ്രയാസകരമായ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മൈനോറിറ്റി
ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് RSS എന്തു പറഞ്ഞു കടന്നു വരും? മണിപ്പൂർ നമ്മുടെ മുമ്പിലുണ്ട്. ഗ്രഹാൻസ്റ്റൈനെ പോലെയുള്ള വലിയ കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും അതിശക്തമാം വിധത്തിൽ മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം കാസയെ പോലെയുള്ളവർ കേരളത്തിൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ചെറിയ പ്രശ്നമല്ല. ഏറ്റവും സൗഹൃദപരമായി നിൽക്കേണ്ടുന്ന ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സമവാക്യങ്ങളെ, കൂടിച്ചേരലുകളെ ആരൊക്കെ എന്തു പറഞ്ഞാലും അപകടകരമാം വിധത്തിൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രമേൽ അപകടകരമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ്. പറയാതിരുന്നാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയെ നമ്മൾ നിഷേധിക്കുന്നതിന് തുല്യമാകും അത് എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കേരളത്തിലെ ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നിങ്ങൾ എടുത്തു നോക്ക്. ഈ സ്റ്റേറ്റ്മെന്റുകളുടെ അടിസ്ഥാനം എന്താണ്? നിരന്തരമായ ഇസ്ലാം പേടി കേരളത്തിൽ, ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിൽ ഇല്ല. കർണാടകയിൽ ഒരു തരംഗം കൊണ്ട് പോക്കാം. അത്തരമൊരു ഇസ്ലാമോഫോബിക് അവിടെ കടന്നു വന്നിട്ടില്ല. 82% ഹിന്ദു സമൂഹം പാർക്കുന്ന കർണാടകയിലില്ലാത്ത ഇസ്ലാം പേടി എങ്ങനെയാണ് കേരളത്തിൽ ഇത്രമേൽ ഭീകരമാംവിധം രൂഢമൂലമായത്? പരിശോധിച്ചു നോക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ കേരളത്തിലെ ഒരു മുസ്ലിം സാമൂഹ്യക്രമം രൂപപ്പെട്ടത് എങ്ങനെയാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം മുഖ്യധാരയിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് ലയിപ്പിക്കാൻ അന്ന് ലീഗ് നേതൃത്വം കൊടുത്തു. എല്ലാ മതസംഘടനകളും എല്ലാവരും ഒരുമിച്ച് എല്ലാവരെയും കൂട്ടി നിർത്തേണ്ടത് ആവശ്യമായിരുന്നു മുസ്ലിം ലീഗിന്. സീതി സാഹിബും ബാഫക്കിത്തങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ KM മൗലവിയും ഒക്കെ ചേർന്നുള്ള ഒരു വലിയ കോമ്പിനേഷൻ ഉണ്ട്. പൂക്കോയത്തങ്ങൾ അതിന്റെ നേതൃപദവിയിലേക്ക് കടന്നു വന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് തകർന്നടിഞ്ഞു പോയ ഒരു സമുദായത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ രാഷ്ട്രീയപരമായ കൂട്ടായ്മ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വേറെ വഴിയല്ല. വേറെ പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച മലബാറിലെ മാപ്പിളയെ, അരപ്പട്ടയുടെ കൂടെ ഒരു കത്തി കൂടെ വെക്കാതെ മാപ്പിളയുടെ ചിത്രം പൂർത്തിയാവാത്ത മലബാറിലെ മാപ്പിളയെ കത്തി വാങ്ങി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞവന്റെ കയ്യിൽ പേന വെച്ചു കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ലീഗ് അതിനെ ക്രിയേറ്റീവാക്കി മാറ്റി. അവരുടെ വികാരത്തെ ഒന്നും കെടുത്താൻ പോയില്ല. CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസംഗത്തെക്കുറിച്ച് MI തങ്ങൾ മനോഹരമായി പ്രസംഗിക്കുമായിരുന്നു. MI തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, CH ഇങ്ങനെ പറയും, പല്ലിറുമയാണ് പറയുക, ലബക്കുട്ടിയുടെ, ചേക്കുട്ടിയുടെ, ആലി മുസ്ലിയാരുടെ, ചമ്പൻ പോക്കരുടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് തള്ളവിരലിൽ ഇങ്ങനെ നിൽക്കുമെന്നാണ്. വൈകാരികത കൊണ്ട് തലയിലെ കെട്ട് ആകാശത്തേക്ക് ചുഴറ്റി എറിയും. അവരുടെ ഉള്ളിൽ നിന്ന് CH സംസാരിച്ചു. അവന്റെ വികാരത്തിന് തീ കൊടുത്തു. എന്നിട്ടോ ആ വികാരത്തെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു മേഖലയിലേക്ക് മാറ്റി. അവൻ ഇതേ വികാരത്തെയാണ് 1921 വലിയ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോയിരുന്നത്. ആ വികാരത്തെ സ്കൂളുകളാക്കി, കോളേജുകളാക്കി, മദ്രസകളാക്കി നാട്ടിലെ ക്രിയേറ്റീവായിട്ടുള്ള സംരംഭങ്ങളിലേക്ക് കൊണ്ടുവന്നു. മുസ്ലിം ലീഗ് നിങ്ങൾ ആരൊക്കെ ഏതെല്ലാം തരത്തിൽ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും മുസ്ലിം ലീഗ് കൊടുക്കുന്ന ഒരു നേതൃരീതിയുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അത് നാദാപുരം മണ്ഡലമാണ്. നാദാപുരത്തുകാരുണ്ടാവുമല്ലോ അവിടെ. നാദാപുരം മണ്ഡലമാണ്. നാദാപുരം മണ്ഡലത്തില് നിരന്തരമായ കൊലപാതകങ്ങൾ നടക്കും. 19 വയസ്സുള്ള മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ മകള് തൊട്ടടുത്ത റൂമിൽ പ്രസവിച്ച് കിടക്കുകയാണ്. ഒരാഴ്ചയായിട്ടില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് കലാപകാരികൾ പാഞ്ഞു വരുന്നത് കാണുമ്പോൾ ആ മനുഷ്യന് മനസ്സിലായി ഇതെന്തോ കുഴപ്പമാണ്. മകളെ റൂമിനകത്ത് കയറ്റിയിട്ട് റൂം പൂട്ടിയിട്ട് അയാൾ പുറത്തു നിന്നു. ആ മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലുന്നത് ബഹളം കേട്ട് ജനവാതിൽ തുറക്കുന്ന പ്രസവിച്ച് കിടക്കുന്ന മകള് കാണുകയാണ്. എത്ര കലാപങ്ങൾ, എത്ര പേര് മരിച്ചു. ആ കലാപത്തിലൊക്കെ സംഭവിക്കുന്ന കേസുകൾ നടത്താൻ കോടിക്കണക്കിന് രൂപ നാദാപുരത്തുകാർക്ക് ചെലവായി. പക്ഷെ അപ്പോഴും നാദാപുരത്തിൻ്റെ തെരുവിൽ 27 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന തരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒറ്റ നേതൃത്വമാണ്. എങ്ങനെയാണ് ഒരു ജനതയെ പ്രയാസങ്ങൾക്കിടയിൽ നിന്നും ക്രിയേറ്റീവായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്ന് ലീഗ് കാണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഈ പ്രയാണത്തിൽ നിൽക്കാൻ
മുഖ്യധാരയിൽ നിൽക്കാൻ അവർക്കുള്ള രാഷ്ട്രീയ വിശ്വാസ പിൻബലം കൊടുത്തു ലീഗിന്റെ നേതൃത്വം. പണ്ഡിതന്മാരിങ്ങനെ നിരയായി നിന്ന് ലീഗിനെ ആശീർവദിച്ചു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മുസ്ലിം ലീഗിന്റെ വേദിയിൽ വന്ന് ഈ കൂട്ടായ്മയെ അല്ലാഹുവേ തകർക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ആത്മീയമായ ഒപ്പം രാഷ്ട്രീയമായ രണ്ട് തരത്തിലുള്ള ഒരു നേതൃത്വം ഈ സമൂഹത്തിന് കൊടുത്തതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ഒഴുകിച്ചേർന്നു. എല്ലാവരോടും പറഞ്ഞു, നാട്ടിൽ പണിയെടുക്കണം, പഞ്ചായത്തിൽ മത്സരിക്കണം, നിങ്ങൾ അവിടുത്തെ നിയമസഭയിൽ മത്സരിക്കണം. അപ്പൊ എന്താ കാര്യം? അവർ നാട്ടിലിറങ്ങും, നോട്ടീസ് ഒട്ടിക്കും, പോസ്റ്റർ ഒട്ടിക്കും. അപ്പൊ നാട്ടിലൊരു കിണർ വരികയാണ്, അവൻ കൂടിയിട്ട് സഹായം കൊടുക്കും. സ്കൂൾ വരികയാണ്, എൻ്റെ നാട്ടിലൊക്കെ സ്കൂൾ വരുമ്പോൾ അവിടുത്തെ എല്ലാ ലീഗ് കാർന്നവരും അതിന് വാടകയ്ക്ക് സ്ഥലമെടുക്കാൻ ഓടുന്നത്, അവസാനം മുല്ലഹാജി മദ്രസയിലെ ഒരിടം സ്കൂളിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ 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 മിങ്കിൾ ചെയ്തിട്ട് ഹിന്ദുവില്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനിയില്ല, മനുഷ്യൻ അവന്റെ പ്രശ്നങ്ങൾ എന്നിടത്തേക്ക് പൊതുതലത്തിലേക്ക് അവനെ ഉയർത്തി. ഇതിന് വലിയ പങ്ക് രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗ് വഹിക്കുകയും ചെയ്തു. മറുഭാഗത്ത് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്തെന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തെയോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയോ അംഗീകരിക്കാതെ, സ്വാതന്ത്ര്യത്തിന്റെ അസ്തിത്വം അംഗീകരിക്കാതെ അപ്പോഴും നിന്ന ഇന്ത്യയിലെ ഒരു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, CPM ആയിരുന്നു. അവർക്ക് ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഈ ചരിത്രത്തെ കൃത്യമായി പരിശോധിക്കണം. 1990കളിലാണ് ഓഗസ്റ്റ് 15-ന് ഇന്ത്യയുടെ ത്രിവർണ പതാക പാർട്ടി ഓഫീസിൽ കുത്താൻ CPM തീരുമാനിക്കുന്നത്. 90കൾ വരെ കുത്തിയിട്ടില്ല. 90 വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കാതെ രണ്ടുപേരുണ്ടായിരുന്നു, ഒന്ന് RSS, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPI ആ നിലപാടിൽ നിന്ന് പിന്നീട് മാറി. ഈ അവസരത്തിൽ മുസ്ലിം സമുദായ നേതൃത്വം എടുത്ത മറ്റൊരു ജാഗ്രത, നിങ്ങളുടെ മക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിടിയിൽ പെടാതിരിക്കാനാണ്. അത് വലിയ ശ്രമങ്ങൾ ഉണ്ടായി. സമുദായ നേതൃത്വം അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചു. അന്നത്തെ ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ, അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, എത്രയോ ക്ലാസുകൾ, ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ നാട്ടിൽ നടക്കുന്ന ക്ലാസ്സുകളിലെ മുഖ്യ വിഷയങ്ങളിലൊന്ന് ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. ഐഡിയോളജിക്കലായി ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല എന്ന് നിരന്തരമായി ക്ലാസ് എടുത്തത്, ദുനിയാവിലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആഹ്റം നഷ്ടപ്പെടുത്തരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഇതിലെന്താ ഉണ്ടായത്? ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ഇഴചേർന്ന് പോകുന്നത് തടുക്കപ്പെട്ടു, പലയിടത്തും ഉണ്ടായി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സമയം മുതൽ, നേരത്തെ സലാം സാഹിബ് പറഞ്ഞ പോലെ, മുസ്ലിം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പുതിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ സമീപകാലത്തുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരാനാണ് ഞാനിത് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയവുമായി യോജിക്കില്ല എന്ന മുസ്ലിം തീരുമാനത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പങ്കൊക്കെ ഉണ്ട്. അദ്ദേഹം കേരളം ഉണ്ടാക്കി എന്ന ബഡായി ഒക്കെ നമ്മൾ പറയാറുണ്ട്. ആ ജാതി ഒരു പുരോഗതിയും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രപരമായ സത്യമാണ്. അദ്ദേഹം ഒരു സവർണവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായ വലിയ കോൺട്രിബ്യൂഷൻ, കേരളത്തിന്റെ പൊതു രാഷ്ട്രീയം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ കമ്മ്യൂണിസ്റ്റുകൾ വഹിച്ച പങ്ക് തമാശയാണ്, കൃത്യമായി പറഞ്ഞാൽ. പക്ഷെ ഗോഡ് സോൺ കൺട്രി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബഡായിയാണ് EMS ആണ് കേരളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം, ബാക്കി പിന്നെ ആരുണ്ടാക്കിയാന്ന് ചോദിച്ചാൽ അത് മലയാളി കൊണ്ടു കിടക്കുന്ന ചില ജാടകളുണ്ട്. ചില എന്താണ്, ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന നാടാണ് നമ്മളെ നാട് എന്ന് വർത്തമാനം പറയുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ മക്കളൊന്നും നമ്മളവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കൂല. കുട്ടികൾ നാശമായി പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ പുറത്തുകൊണ്ട് പഠിപ്പിക്കും. ഞാൻ പലപ്പോഴും പറയാണ്, ഞാനതിന് ശ്രമിക്കില്ല. ആ മക്കളെ സ്റ്റേറ്റിന് പുറത്തുകൊണ്ട് അയാളാണ്. കാരണം ഇപ്പോഴും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് എന്താണെന്ന് ചോദിച്ചാൽ 2020 4G വരുന്നതാണ്. അതും പഠിച്ചിട്ട് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാടിൽ അതുപോലെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് EMS കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നത്. EMS ആസൂത്രിതമായി ചെയ്ത ഒരു കാര്യം, മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി ബുദ്ധിപരമായ
ഒരു അറ്റാക്ക് വളരെ കൃത്യമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാനാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോഴും എന്റെ കയ്യിൽ അന്നത്തെ മനോരമയുടെ പേജുണ്ട്. ഇസ്ലാമിക് രാഷ്ട്രീയ വ്യവസ്ഥ നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു. EMSന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. VS അച്യുതാനന്ദന്റെ ലവ് ജിഹാദ് ഉണ്ട്. ലോകം മുഴുവൻ അങ്ങനെ ഒരു പ്രയോഗം എന്താണ് ദക്ഷിണ കന്നഡയിലെ ഒരു MLA പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ത്യ രാജ്യത്തെന്നല്ല, ലോകത്ത് ഒതന്റിക്കായി ഒരു മുഖ്യമന്ത്രി ലവ് ജിഹാദ് എന്ന പ്രയോഗം നടത്തുന്നത് VS അച്യുതാനന്ദനാണ്. മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ച് ജയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സലാം സാഹിബ് പറഞ്ഞ പോലെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ കേരളത്തെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പ്രത്യക്ഷത്തിൽ ഈ വർത്തമാനങ്ങൾ പറയുന്ന VS അച്യുതാനന്ദനേക്കാൾ അപകടകാരി. VS ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലക്ക് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് വിശ്വാസി സമൂഹത്തിനുള്ള കാഴ്ചപ്പാടുകൾ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായതുകൊണ്ട് ആ പറയുന്നതിനെ മറികടക്കാൻ നമുക്കൊരു പ്രയാസമില്ല. അതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ പ്രകടമായ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള VSനേക്കാൾ അപകടം വർത്തമാനകാലത്തിലെ പിണറായി വിജയനാണ്. ഇതെന്തുകൊണ്ട് പലപ്പോഴും ഈ സമുദായത്തിനകത്ത് നിന്ന് തന്നെ കൂട്ടിക്കൊടുപ്പുകാരും ഒറ്റുകൊടുപ്പുകാരുമുള്ള ഒരു കാലത്ത് ഇത് കൃത്യമായി പറയാതെ പോകുന്നത് അപകടമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 8 വർഷം മുമ്പ് VSനെ ഒതുക്കി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരെ പിണറായി വിജയൻ നടത്തിയ യാത്രയിൽ കയറാത്ത മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, കാണാത്ത മുസ്ലിം മുതലാളിമാരില്ല, പ്രവാസികളായിട്ടുള്ള ഒരൊറ്റ പണക്കാരനെയും ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരോടും കണ്ടു, എല്ലാവരോടും സംസാരിച്ചു. അവർക്കിടയിൽ നിൽക്കാൻ കിട്ടാവുന്നവരെ മുഴുവൻ നിർത്തി, ഊറ്റാവുന്ന തരത്തിലുള്ള പണം മുഴുവൻ ഊറ്റി, കണക്ഷൻ മുഴുവൻ ഉണ്ടാക്കി സഖാവ് പിണറായി വിജയൻ. വളരെ മധുരത്തിൽ പൊതിഞ്ഞ ഒരു വിഷം മുസ്ലിം സമൂഹത്തിന് മുകളിൽ പുരട്ടി. അദ്ദേഹം ഒന്നും പറയാൻ വന്നില്ല. എല്ലാ മതസംഘടനകളുടെയും എല്ലാവരും കണക്കാണ്. അനുഭവിച്ചവരൊക്കെ പിന്നെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തന്ത്രത്തിൽ വീണു പോകാത്തവർ കുറവായിരുന്നു. മുഖ്യമന്ത്രി ഒന്ന് വിളിക്കുമ്പോഴേക്കും തരളിതമായി പോകുന്ന വികാരമുള്ളവർ ഒരുപാട്. അവരെയൊക്കെ ആസ്വദിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തി. ആ സമയത്താണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്, മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ്. സഖാവ് പിണറായി വിജയൻ അത് തിരുത്തുന്നത് മലപ്പുറത്തെ വിജയം ഏകപക്ഷീയമാകുന്നു എന്നതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപാട് സമരങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടില്. എന്തെല്ലാം സമരങ്ങൾ, എത്ര പേർ മരിച്ചു പോകുന്ന സമരങ്ങൾ. ഗെയിൽ സമരത്തിന്റെ പേരിൽ ഒരാൾ മരിച്ചിട്ടില്ല കേരളത്തിൽ. മുസ്ലിം തീവ്രവാദികളാണ് ഗെയിൽ സമരം നടത്തുന്നത് എന്ന് പറയുന്നത് വിജയരാഘവനാണ്. NHന് വേണ്ടിയുള്ള സമരം നടത്തി. ഞാൻ കണ്ണൂരിലെ MLA ആണ്. ഈ നാഷണൽ ഹൈവേ വരുന്ന സമയത്ത് ആ സമരം ഞാൻ കണ്ടതാണല്ലോ. എന്റെ മണ്ഡലത്തിൽ 3 ഇടത്ത് നടക്കുന്ന സമരങ്ങളിൽ പലപ്പോഴും ഞാൻ പങ്കെടുത്തതാണ്. കണ്ണൂരിലെ സമരം തീവ്രവാദമല്ലേ? കോഴിക്കോട്ടെ സമരം തീവ്രവാദമല്ലേ? മലപ്പുറത്ത് നടക്കുന്ന നാഷണൽ ഹൈവേയുടെ സമരം മാത്രം മുസ്ലിം തീവ്രവാദമാണ് എന്ന് വിജയരാഘവൻ പറയുക. ഗെയിൽ സമരം നടന്നാൽ അത് മുസ്ലിം തീവ്രവാദമാണെന്ന് പറയുക. ആലപ്പാട്ട് ഖനനത്തിനെതിരെ നടക്കുന്ന സമരത്തിൽ EP ജയരാജൻ പറഞ്ഞത് മലപ്പുറത്തിലെ മുസ്ലിം തീവ്രവാദികൾ വന്ന് ആലപ്പാട് ഖനന സമരം നടത്തുന്നു എന്നാണ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. എണ്ണി പറയാൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റുകൾ 1 അല്ല 2 അല്ല 10 അല്ല, നിരന്തരമായി. എന്തിനാണിത്? ഇതിന്റെ പ്ലാനിങ് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2017 കൊടിയേരി ബാലചന്ദ്രൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്. പാണക്കാട്ട് തങ്ങൾ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് യോഗി ആദിത്യനാഥിനേക്കാൾ അപകടകാരിയാണ്. 2017 മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം അതിൽ വളരെ സൗമനസ്യത്തോടെ എന്നാൽ തൊടാതെ നിന്നു. ഈ സമയത്ത് സംഭവിച്ച ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നേർക്കുനേരെ കേരളത്തിലെ മൈനോറിറ്റികൾക്കിടയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത RSS അഴിമതിയുടെ പേരിൽ സഖാവ് പിണറായി വിജയന് വില പറഞ്ഞു വാങ്ങി എന്നതാണ്.
നമ്മൾ ആരും, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ അതിൽ കക്ഷികളെയല്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ആളുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾ കക്ഷികളെയല്ല. RSS കൃത്യമായി വില കൊടുത്ത് സഖാവ് പിണറായി വിജയനെ എടുക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഞാൻ പലതവണ നിയമസഭയിൽ പറഞ്ഞു, കേരളത്തിൽ മുഴുവൻ എനിക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു ഹരാണ്. ഞാനിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുണ്ട്, ഒരുപാട് കേസുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു കേസ് പോലും എടുക്കാത്ത ഒരു വിഷയം ഞാൻ പലതവണ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അതുപോലെ തന്നെ MV ഗോവിന്ദൻ, EP ജയരാജൻ, 3 പേർ. മറുഭാഗത്ത് ഗോപാലൻകുട്ടി മാഷ്, സേതു മാധവൻ, കുമ്മനം രാജശേഖരൻ, മൂന്നും ഇവർ നിരന്തരമായി കണ്ണൂരിലിരുന്നു. 1 2 അല്ല, പലതവണ. അവർ ഉണ്ടാക്കിയ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പിലാക്കാൻ വന്ന ആളാണ് ബെഹ്റ, രമൺ ശ്രീവാസ്തവ, അജിത്ത്, സുജിത്ത്, 4 പോലീസുകാർ. അതിൽ നമ്പർ 1 ബെഹ്റയാണ്. രമൺ ശ്രീവാസ്തവ കൂടെ വന്നതാണ്. അവർ ഇംപ്ലിമെന്റ് ചെയ്തതാണ് അജിത്തിനെയും സുജിത്തിനെയും. ഇതൊരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമാണ്. പിണറായി വിജയന് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഓപ്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അതല്ല മകളാണോ എന്ന ചോദ്യത്തിന് മകൾക്ക് വേണ്ടി അദ്ദേഹം ബലി കൊടുത്തത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കേരളത്തെയുമാണ്. എത്ര വൃത്തികെട്ടാണ് മുസ്ലിങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. സുപ്രഭാതം പത്രത്തില് ഒരു പരസ്യം കൊടുക്കുക. ആ പരസ്യം സുപ്രഭാതത്തിലും സിറാജിലുമാണ്. മാധ്യമത്തെ സമീപിച്ചോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മാധ്യമത്തിൽ വന്നിട്ടില്ല. ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് എത്ര വൃത്തികെട്ട അശ്ലീലമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ പരസ്യം ദേശാഭിമാനിയില്ലല്ലോ, ആ പരസ്യം മലയാള മനോരമയിലില്ലല്ലോ. പരസ്യം കിട്ടിയാൽ കൊടുക്കാതിരിക്കോ മനോരമനെ ആർക്കറിയാത്തത്? മാതൃഭൂമി ആർക്കറിയാത്തത്? പരസ്യം കിട്ടിയാൽ കൊടുക്കാതിരിക്കോ? 2 മുസ്ലിം പത്രത്തില് കൃത്യമായി കൊടുക്കുന്ന പരസ്യം വഴി ഇങ്ങനെ മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു രീതി എത്ര പുച്ഛത്തോടെയാണ് ഈ മുസ്ലിങ്ങളെ കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. തെരഞ്ഞെടുപ്പിന് ദേശാഭിമാനി കൊടുത്തില്ല. കാരണം എന്താ അറിയോ? ദേശാഭിമാനി വായിക്കണവന് പൊട്ടനല്ല എന്നാണ് അവൻ വിചാരിച്ചത്. മനോരമ വായിക്കുന്നവന് പൊട്ടനല്ല. എന്നാൽ പൊട്ടന്മാരായ ഒരു സമുദായത്തെ പറ്റിക്കാൻ അവരുടെ 2 സമുദായ പത്രത്തില് ഈ പരസ്യം കൊടുക്കുക. ഇതൊരു നിസ്സാരമായ പ്രശ്നമല്ല. വോട്ടു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ അശ്ലീലം, മുഖത്തടിക്കേണ്ട അശ്ലീലം, അതാണ് ഈ പത്രം. അത് കേവലമായിട്ടൊരു പ്രസ്ഥാനത്തിന്റെ പത്രം. ഞാൻ അറിഞ്ഞില്ല, ഓരറിഞ്ഞില്ല, എഡിറ്റോറിയൽ അറിഞ്ഞില്ല എന്നൊക്കെ വേറെ കാര്യമാണ്, അതൊക്കെ വേറെ കേസാണ്. പക്ഷെ അത് കൊടുക്കാനുള്ള ഈ മാനസികാവസ്ഥയുടെ അതിന്റെ ഒരു സൈക്കോളജി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. എന്ത് മോശപ്പെട്ട ഒരു അജണ്ടയാണ്, എത്ര വൃത്തികെട്ട അജണ്ട, എത്ര തമാശ നിറഞ്ഞ അജണ്ട. എന്നിട്ട് അതില് സന്ദീപ് വാര്യർ കാക്കി ട്രൗസറും ഇട്ട് നിൽക്കുന്ന അയാളുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി കൊടുക്കുക. സന്ദീപ് വാര്യർ BJP വിട്ടുവന്നത് ഒരു മഹാസംഭവമായിട്ട് കാണുന്ന ആളൊന്നുമല്ലേ. കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെയുള്ള കാലുമാറ്റത്തിന്റെയും കൂറുമാറ്റത്തിന്റെയും ഒക്കെ ഭാഗമാണ് സന്ദീപും വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, കോൺഗ്രസിലെ കാലുമാറ്റം ഉണ്ടാവാൻ 60 കൊല്ലം ഭരിക്കേണ്ടി വന്നു എന്നതും BJPയിലെ കാലുമാറ്റം ഉണ്ടാവാൻ 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ BJPയിൽ ദുർബലത തുടങ്ങി എന്നതുമാണ് സന്തോഷകരമായ ഒരു കാര്യം. നമ്മൾ ആൾക്കാരെന്നെ പറയും, എന്ത് RSS ഭയങ്കര സംഭവം കേട്ടോ, വെറുതെ പറയുകയാണ്, ഒന്നും അറിഞ്ഞിട്ടല്ല. 100 കൊല്ലം 24 മണിക്കൂറും പണിയെടുത്തിട്ടാണ് ഈ 10 കൊല്ലം ഭരണം കിട്ടിയത്. എന്നാലും പറയും ഭയങ്കര ബുദ്ധിയാട്ടാ RSSന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 60 കൊല്ലം കഴിഞ്ഞ കോൺഗ്രസിലാണ് ഈ ദുർബലത കാണുന്നതെങ്കിൽ 10 കൊല്ലം ഭരിക്കുമ്പോഴേക്കും BJP അതിലും വലിയ രാഷ്ട്രീയ ദുർബലതയിലേക്ക് പോയി എന്നതാണ് സന്ദീപ് വാര്യർ വരുമ്പോൾ ഞാൻ കാണുന്ന രാഷ്ട്രീയം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ആ മനുഷ്യനെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ പ്രത്യേകത എന്താ? കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ആള് പോകുന്നു, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ റദ്ദു ചെയ്യുന്നു സന്ദീപ് വാര്യർ. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നു. അതൊരു വലിയ കാര്യമല്ലേ? അപ്പൊ പറയാണ്, നിങ്ങൾ മെഞ്ഞാന്ന് RSS അല്ലായിരുന്നോ,
അതിന്റെ തലേന്ന് BJP അല്ലായിരുന്നു. എന്ത് വിവരക്കേടാണ് സ്നേഹമുള്ളവരെ, അത് എന്തൊരു വിവരക്കേടാണ്. ഞാൻ പറയട്ടെ, വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ നാളെ ഒരു കടുത്ത RSSകാരൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പരസ്യമായി പറയാണ്, ഞാൻ RSS വിടുന്നു, ഒരു സെക്കൻഡ് വൈകാതെ അവനെ ചേർത്തിറുക്കി പിടിക്കണം. വൈകുന്നേരം 4 മണിക്ക് അവൻ തിരിച്ചു പോകുമ്പോഴല്ലേ. അപ്പൊ നോക്കിയാ പോരെ. അപ്പൊ പറയാൻ നമ്മുടെ നിലപാടുണ്ടല്ലോ, നമ്മുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ. RSSന്റെ കാക്കി ട്രൗസർ ഒഴിവാക്കി ഒരുത്തം വരിക. വന്നപ്പോ ഈ ഫാഷിസ്റ്റ് കാലത്ത് ഒരു 2 മുസ്ലിം പത്രം ഇയാളുടെ RSS ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് അവന്റെ നിലപാടിനെ പരിഹസിക്കുക. പിന്നെ എന്താ ഈ തിരിച്ചറിവ് എന്നൊക്കെ പറയണത്? ഈ രാഷ്ട്രീയത്തെ അതിഭീകരമായ അജണ്ടയെ കുത്തിത്തിരിപ്പുകാരായ ചില തൽപര കക്ഷികൾക്ക് മനസ്സിലായില്ല എന്നാണ്. പക്ഷെ അതെന്താ മനസ്സിലാവാത്ത നിങ്ങൾ? അവർ തൽപര കക്ഷികളല്ല, അവർ താല്പര്യ കക്ഷികളാണ്. അവർക്ക് ചെറിയ ചെറിയ അജണ്ട. ചിലരുടെ സ്കൂളൊക്കെ ബുദ്ധിമുട്ടിലാണ് നടന്നു പോകണം, വേറെ ചില ആളുകളുടെ പണിയെടുക്കാത്ത ശമ്പളമൊക്കെ വാങ്ങണം, വേറെ ചില ആളുകളുടെ സർവീസ് കേസൊക്കെ ഒതുക്കി തീർക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു പ്രതിബദ്ധതയോ ഒരു വാർഡിലെങ്കിലും ജയിച്ചു വരുവാവുന്ന ജനകീയതയോ ഇല്ലാത്തവർ ഒരു സമുദായത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത അപകടകാരികളുടെ മുമ്പിൽ പോയി നിന്നുകൊടുത്തു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സന്ദീപ് വാര്യർ വന്നപ്പോൾ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയവര് OK വാസു വന്നപ്പോൾ ഉണ്ടായില്ലല്ലോ. OK വാസു പക്ക RSS അല്ലേ? എനിക്കറിയാലോ, കണ്ണൂരിൽ എത്ര കൊലപാതകങ്ങളിൽ OK വാസുവിന്റെ പേര് ചേർത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൊടുത്തത് ദേവസ്വം ബോർഡല്ലേ. OK വാസുവിന് വരാം, അത് പ്രശ്നമല്ല. OK വാസു വന്നാൽ കുഴപ്പമില്ല. ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോ പുതിയ തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായപ്പോൾ വലിയ പരാതികൾ, വലിയ ട്രോളുകളായിട്ട് വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഖുർആൻ ഓതിയപ്പോൾ തജ്വീദിൽ ചെറിയ പ്രശ്നം ഉണ്ടായി എന്നാണ്, അല്ലെങ്കിൽ നഹ്വുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായി എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹാഫിലായിട്ട് ഓതുന്നൊന്നല്ലല്ലോ. സ്വാഭാവികമായ ഒരു കാര്യം വിശദീകരിക്കാൻ നമ്മളുടെ അറിവ് ഖുർആനിൽ നിന്ന് എഴുതിയെടുത്ത് നമ്മൾ പഠിച്ച് അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ, അത് തജ്വീദ് അനുസരിച്ചിട്ട് തെറ്റായിരുന്നു, നഹ്വ് അനുസരിച്ചിട്ട് വേറെ അർത്ഥാണെന്ന് പറയുമ്പോൾ ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ല എന്നല്ല. ഖുർആൻ എത്രമേൽ പവിത്രമായാണ് ഖുർആനിനെ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നോക്കുന്നത്, നിങ്ങൾക്കറിയാതെ പോലും അത് കേൾക്കുന്നത്, അർത്ഥമറിഞ്ഞു വായിക്കുന്നത്, ഘട്ടം ഘട്ടമായി അതിന്റെ പുണ്യവും അതിന്റെ നന്മയും ഒക്കെ വർദ്ധിക്കുന്നുണ്ട്. എന്നോട് ഉസ്താദുമാർ പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രസംഗം നടത്തുമ്പോൾ ഒരു ഹദീസ്, ഒരു ഖുർആനിലെ ഒരു പരാമർശം പറയാൻ ശ്രമിക്കണം. ഒരു നസീഹത്ത് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു കഴിവ് നിങ്ങളൊരു ഇബാദത്ത് പോലെ, ഒരു ഉത്തരവാദിത്തം പോലെ, നിർവഹിക്കേണ്ട ബാധ്യത പോലെ നിങ്ങൾ അതൊരു ഒരു നന്ദി പ്രകടനം പോലെയെങ്കിലും ആ കഴിവിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. സന്ദീപ് വാര്യർ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ അറിയില്ല. സമീപകാലത്ത് ഇതുപോലെ ഒരു ആക്ഷേപം ഈ 2 പരസ്യം കൊടുത്ത ഈ സമുദായ പത്രങ്ങൾക്കോ സമുദായത്തിനോ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നലെ വരെ കാക്കി ട്രൗസർ ഇട്ട് നടന്ന ഒരാൾ നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു മുഖത്തടി ഇപ്പോഴും യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാത്ത ഈ സമുദായത്തിന് കിട്ടാനുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാണ്, അതിഭീകരമാം വിധത്തിൽ ആസൂത്രണങ്ങൾ നടക്കുന്നു, ഇസ്ലാമോഫോബിയ നടക്കുന്നു. സൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യത നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഒരു അന്താരാഷ്ട്ര സമൂഹത്തിലാണ്. ഇവിടെ പ്രവാസികളാണുള്ളത്. നിങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് താമസിക്കുന്നത്. ക്രിസ്തീയ സമൂഹത്തിനകത്തേക്ക് കടന്നു വന്ന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കാസയൊക്കെ മെനക്കെട്ട് പണിയാണ്. എങ്ങനെ അകൽച്ച ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒറ്റ കാര്യം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, എനിക്ക് വലിയ വിഷമമുണ്ടായി. സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ സാദിഖ് അലി തങ്ങളെ പ്രതി ചേർത്തുന്നതിന്റെ സഖാവ് പിണറായി വിജയന്റെ സയൻസ് എന്താണ്? എന്തു ന്യായാണ്?
ഏതർത്ഥത്തിൽ അതിനെ പറയും? അന്ന് ആ പ്രസംഗം നടക്കുന്ന നിമിഷം ആ മനുഷ്യൻ ബിഷപ്പുമാരുമായി സംസാരിക്കാൻ പോയതാണ്. കേരളത്തിലെ എല്ലാ മതസംഘടനകളും ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ അത്? അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തേ ഗവൺമെന്റ് അതിൽ നിലപാട് പറയാത്തത്, എടുക്കാത്തത്? ആരാ അതിലെ പ്രതി? ആരാണ് അതിലെ പ്രതി? എന്തിനാണ് ഒരു വിഷയത്തെ വലിച്ചു നീട്ടി പരസ്പരം അകൽച്ച ഉണ്ടാക്കുന്നത്? നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുക. എന്തുമാത്രം വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെക്കുന്നു. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളുടെ എല്ലാ ഘടനകളെയും രീതികളെയും അതിതീവ്രമായി ചിത്രീകരിക്കുന്നു പലതരത്തിൽ. ഈ പ്രവാസ ലോകത്ത് നിന്ന് മുസ്ലിങ്ങൾ അത്യധ്വാനം ചെയ്ത് നാട്ടിലുണ്ടാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെ ഉണ്ടാക്കുന്ന ആശുപത്രികൾ, അവിടെ ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ വെച്ച് പ്രചരിപ്പിച്ചാണ് മറ്റൊരു സമുദായത്തെ പ്ലാൻ ചെയ്ത് തകർക്കുന്നു എന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത്. ഇത് അപകടമാണ്. ഇത് RSSന്റെ അജണ്ടയാണ്. ഈ അജണ്ടയിൽ ഗൗരവത്തോടെയും കരുതലോടെയും നിൽക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രവാസ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ലിവിംഗ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്ത് സഹകരിച്ച്, KMCCക്ക് മാത്രം കഴിയുന്ന ഒരു പണിയുണ്ട്, നിങ്ങളത് ചെയ്യണം. സോഷ്യൽ മീഡിയയിലെ വെറുപ്പ് പ്രചാരണത്തെ തടുക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ നാട്ടിൽ അത്യധ്വാനം ചെയ്തിട്ടാണ് നമ്മുടെ നാട്, നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ഈ കോലത്തിലാക്കിയത്. 4599 ജാതിയും മതങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. 325 ഭാഷ. ഇതിനെല്ലാം കൂടെയാണ് ഒരുമിച്ച് ഈ രാജ്യം ഭരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു എല്ലാ തെറ്റുകളുമില്ലാത്ത പാർട്ടി ആയിട്ടല്ല കോൺഗ്രസ്. അവസാന സെക്കൻഡിനും കോൺഗ്രസ് ജനാധിപത്യത്തിന് വില കൊടുത്തിരുന്നു. അങ്ങനെ ഭരിച്ചിരുന്ന ഒരു നാടാണ് സ്നേഹമുള്ളവരെ നമ്മുടെ നാട്. ആ നാടിനെ അതേ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നവും സഹകരണവും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒറ്റ കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നു. രാഹുൽ ഗാന്ധി, നേരത്തെ മുനവറലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, രാഹുൽ ഗാന്ധി ആധുനിക രാഷ്ട്രീയത്തിൽ നിങ്ങൾ പഠിക്കുകയും റിസർച്ച് നടത്തുകയും ചെയ്യണം. കളിയാക്കിയതാണ് ആ മനുഷ്യനെ, അപമാനിച്ചതാണ്, പപ്പുവെന്ന് വിളിച്ച് പറയാത്ത വൃത്തികേടുകളില്ലാത്തതാണ്, മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞതാണ്. ആ മനുഷ്യൻ ഒറ്റക്കു നിന്ന് പൊരുതി എല്ലാ വെറുപ്പ് പ്രചാരണത്തെയും മറികടന്നു. നിശ്ചയദാർഢ്യം കൊണ്ടാണ് അത് സാധ്യമായത്. ആക്ഷേപങ്ങളെ മുഴുവൻ മറികടന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ കാശ്മീരിലെ ജോഡോ യാത്രയുടെ സമാപനമുണ്ട്, അതിടക്കിടക്ക് നിങ്ങൾ കേൾക്കണം. ഞാൻ ഒരുപാട് തവണ കേട്ട പ്രസംഗമാണ്. കാശ്മീരിലെ മഞ്ഞ് വീടുന്നിടത്ത് ആ പ്രസംഗത്തിൽ കാണാം, മഞ്ഞിങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് വീട്, തൊപ്പിയിൽ വീട് ഇങ്ങനെ താഴോട്ട് പോകുന്നത്. എനിക്ക് ആ പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ മഞ്ഞു വീഴുന്നത് എൻ്റെ ഹൃദയത്തിനകത്തേക്കാണെന്ന് തോന്നാറുണ്ട്. ഒരു സമാധാനം പോലെ, ഒരു ശാന്തി പോലെ. അദ്ദേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അദ്ദേഹത്തെ കുടുംബത്തെക്കുറിച്ച്, വല്യമ്മ മരിച്ചതിനെക്കുറിച്ച്, അച്ഛൻ പൊട്ടിത്തെറിച്ചു പോകുന്നതിനെക്കുറിച്ച്, ചെറുപ്പകാലത്തെക്കുറിച്ച്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ വെറുപ്പിൻ്റെ തെരുവുകളിലൂടെയാണ് നടന്നത്, ഒരു സ്നേഹത്തിൻ്റെ കട തുറക്കണമെന്ന് ആഗ്രഹിച്ചാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, കുറേ മുഷിഞ്ഞ നാറിയ ശരീരവുമായി കുറേ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കാൻ ഓടി വന്നു. ഞാനവരെ ചേർത്തു പിടിക്കാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, മുഷിഞ്ഞിരിക്കുകയാണ് അവരുടെ ദേഹം. ഞാൻ അവരോട് പറഞ്ഞു, നമ്മളുടെ മനസ്സിലുള്ള അത്ര ചളി അവരുടെ ദേഹത്തിലില്ല. ഞാനവരെ ചേർത്ത് പിടിച്ചു. മാനം നഷ്ടപ്പെട്ടു പോയ പെണ്ണുങ്ങൾ ആർത്തു കരഞ്ഞെൻ്റെ അടുത്തു വന്ന്, അങ്ങയുടെ വരവ് ഞങ്ങൾക്ക് നൽകിയ സന്തോഷം എത്രയെന്ന് പറയാനാവില്ല. ഞങ്ങൾ രക്ഷപ്പെടുമെന്ന വിശ്വാസമല്ല, ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഇവിടെ ചിലരുണ്ടല്ലോ എന്ന ബോധ്യമാണ്. ആ മനുഷ്യന്റെ ഒരു അതിജീവനത്തെ നിങ്ങൾ നിസ്സാരമായി കണ്ടുകൂടാ. ആ മനുഷ്യൻ നൽകിയ പ്രതീക്ഷ എല്ലാ പൊതുപ്രവർത്തകന്റെയും പാഠമാണ്. ഈ വെറുപ്പിന്റെ കാലത്ത് പൊരുതി നിൽക്കാൻ തീരുമാനിക്കുക. ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന RSS അജണ്ടയിൽ ആര് വീണുപോയാലും അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് കഴിയണം. ഞാൻ ഒരിക്കൽ പറഞ്ഞു, കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ രാഹുലിനെ സ്വീകരിക്കുക.
ഇതൊരു ലാസ്റ്റ് വണ്ടിയാണ്, ഇനി വേറെ വണ്ടി വരാനില്ല ഇന്ത്യ രാജ്യത്ത്. പിന്നെ കഴിഞ്ഞ 10 കൊല്ലം എന്നെ കളിയാക്കലായിരുന്നു. ഇഞ്ചി എന്നൊക്കെ പറയുന്ന പോലെ എന്നെ കളിയാക്കിയിട്ട് പറയും, ലാസ്റ്റ് ബസ് പോയോ, ലാസ്റ്റ് ബസ് വരുമോ, ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ പിന്നെ ബസ് വരാനുണ്ടോ? പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കളിയാക്കിയവരൊക്കെ ആ ലാസ്റ്റ് ബസ്സിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ അരിവാളും ചുറ്റിയൊക്കെ വല്ല ആക്രിക്കടയിലും പോയിട്ട് തരേണ്ടി വരുമായിരുന്നു, ചിഹ്നായിട്ടുണ്ടാവില്ലായിരുന്നു. ആ മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആ മനുഷ്യൻ്റെ കൂടെ ചേർന്ന് നിന്നു അവസാനം. അതൊരു ഒരാളുടെ പ്രശ്നമല്ല, അയാൾ ഉയർത്തിയ കുറേ പ്രശ്നങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസിനെ എങ്ങനെ ഉഷാറാക്കി പറയണത്? എന്തിനാണെന്നറിയോ നിങ്ങൾ? എന്തിനാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി എങ്ങനെ പറയണത്? എന്തിനാണെന്നറിയോ? കോൺഗ്രസിന് നാളെ ചീത്ത പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനാണ്. ഇതിനേക്കാൾ ഉഷാറിൽ കോൺഗ്രസിനെ ചീത്ത പറയണമെന്നുണ്ട്. ചീത്ത പറയണമെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവണം. മറ്റൊരുത്തന്റെ മുഖത്ത് നോക്കാൻ സമ്മതിക്കാത്ത കമ്മ്യൂണിസത്തിനോ ഫാഷിസത്തിനോ അത് സാധ്യമല്ല. നിങ്ങൾക്കറിയില്ലേ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലീഗും തമ്മിൽ, നെഹ്റു ലീഗിനെ ചീത്ത മോശാക്കി പറഞ്ഞു, ചത്ത കുതിര. നെഹ്റു അങ്ങനൊന്നും പ്രയോഗിക്കാറില്ല, ചത്ത കുതിര. മനോഹരമായി CH മറുപടി പറഞ്ഞു, അല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹം. ഇന്ത്യയുടെ പാർലമെന്റിൽ വിവാഹ നിയമ ബില്ല് വരികയാണ്, എല്ലാവരും യെസ് 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 അംഗീകരിക്കുകയാണ്. അപ്പോഴാണ് പോക്കർ സാഹിബ് എഴുന്നേറ്റിട്ട് പറയണത് നോ. എല്ലാവരും പോക്കർ സാഹിബിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പോക്കർ സാഹിബ് അവിടെ ഇരുന്നപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പോക്കറിന്റെ ഒറ്റപ്പെട്ട ശബ്ദമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമാണ്. നെഹ്റുവിനറിയാം പോക്കർ സാഹിബ് മുസ്ലിം ലീഗിന്റെ നേതാവാണ്, മുസ്ലിം ലീഗിന്റെ MP ആണ്. ആ അംഗീകാരത്തിനാണ് സക്രിയമായ ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആക്ഷേപിക്കാം, വിമർശിക്കാം, എതിർക്കാം, പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് തർക്കിക്കാം, എതിർക്കാം, പക്ഷെ അപ്പോഴും നിങ്ങളുടെ നേരിനെ അംഗീകരിക്കും. നിങ്ങൾ കേട്ടു തഴമ്പിച്ച ഒരു കഥയുണ്ട്, എന്നാലും പറയാം. 2 നായകൾ, ഒരു നായ ചൈനയുടെ ബോർഡർ അങ്ങോട്ട് കടക്കണു, ഒരു നായ ചൈനയിൽ നിന്ന് ബോർഡർ ഇങ്ങോട്ടും കടക്കുന്നു. അതിർത്തിയിൽ വെച്ച് 2 പേരും കാണുകയാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന നായ ഒരു മെലിഞ്ഞുണങ്ങിയ നായയാണ്. അപ്പൊ ചൈനത്തെ നായ ചോദിച്ചു, നീ എടുക്ക ഇങ്ങോട്ട് ചൈനയ്ക്ക് പോണത്? നായ പറഞ്ഞു, വിശന്നിട്ടൊരു രക്ഷയില്ല, ഇന്ത്യയല്ലേ, ദാരിദ്ര്യം, എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചൈനയ്ക്ക് പോവാണ്. അപ്പോഴാണ് ഇന്ത്യൻ നായ ശ്രദ്ധിക്കുന്നത്, ചൈനയിലെ നായ നല്ല തടിച്ചു കൊടുത്ത ഒരു നായയാണ്. അവൻ ചോദിച്ചു, നീ എന്തിനാണ് ഇന്ത്യയിൽ പോണത്? അവൻ പറഞ്ഞു, നായ ആയിപ്പോയില്ലേ, കുരക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് കുരക്കാൻ പോവാണ്. കമ്മ്യൂണിസത്തിന്റെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും പറയുന്ന രസമുള്ള ഒരു കഥയാണ്. ജനാധിപത്യം ജീവവായു പോലെ സ്വീകരിക്കുന്ന ഒരു ജനതക്ക് അത് തകർക്കുക എന്നതാണ് ഫാഷിസത്തിന്റെ എക്കാലത്തെയും അജണ്ട. അതിനെ ചെറുക്കാൻ കഴിയേണ്ടത് രാഷ്ട്രീയമായ കൂട്ടായ്മയാണ്, രാഷ്ട്രീയമായ പ്രയാണമാണ്. അതിന് ബദൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നില്ലെന്ന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ലീഗ്. ലീഗിന്റെ പൊളിറ്റിക്കൽ രീതികളും അങ്ങനെയാണ്. തകർക്കാൻ വരുന്നവരെ സൂക്ഷിക്കുക. ചെറിയ സംഘമാണ്, empty bottle make the noise എന്ന് പറയും, ബഹളം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സമുദായത്തിനകത്തും അത് കാണും. അറ്റൻഷൻ മുഴുവൻ അവരിലേക്ക് പോവുകയല്ല, അത്തരം കളകളെ പറിച്ചു മാറ്റിയെടുത്ത് നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 1000 ശത്രുവിനേക്കാൾ അപകടം ഒരൊറ്റ മുനാഫിക്കാണ്. അത്തരം മുനാഫിക്കുകൾ ഉണ്ടെങ്കിൽ അവരെ ഏതു മാളത്തിൽ നിന്നും പുകച്ചു ചാടിക്കേണ്ട ബാധ്യത എല്ലാവരുടേതുമാണ്. അത് ഏത് മാളത്തിൽ കയറിയാലും. ലീഗിന്റെ മാളത്തിലുണ്ടോ? അവിടുന്ന്. അതല്ല വേറെ ഏതെങ്കിലും മതസംഘടനകളുടെ മാളത്തിലാണോ? അവിടുന്ന്. ഒരു കാര്യം ഞാൻ പറയാം, CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് പറഞ്ഞു, അത്തോളിയിലെ പട്ടി കുരച്ചാൽ ഏറ്റുകുരക്കും പട്ടികളെ. അതിന് CH പറഞ്ഞ മറുപടി ഉണ്ട്, അതെ, ഞാൻ പട്ടിയാണ്, സമുദായത്തിന്റെ കാവൽ പട്ടിയാണ്. സമുദായത്തിനൊരു അപകടം വരുമ്പോ ഞാൻ ഉറക്കെ കുരക്കുക തന്നെ ചെയ്യും. ഞാൻ പറയണു, അതൊരു ഉത്തരവാദിത്വം. എന്തു ഭീഷണി വന്നാലും, ഏതെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും പ്രതിരോധിക്കാനുള്ള കരുത്ത് KMCC-ക്കാരെ ഓരോ പ്രവർത്തകരും സജ്ജമാക്കി വെക്കണം. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാം പോകുന്ന വഴിയിലെ ഒരു ഉത്തരവാദിത്തം മാത്രമാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിനു വേണ്ടി നമ്മുടെ നിലപാടുകളെയും നമ്മളുടെ പദ്ധതികളെയും അടിയറ വെക്കരുത്. മുസ്ലിം ലീഗ് 20 ഉം 23 നിന്ന്
5ലും 6ലേക്കും ചുരുങ്ങി വന്നിട്ടുണ്ട്. അതും ഇല്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ട്. അത് വരും, അത് പോകും. പക്ഷേ നിലപാടുകളോടെ നിൽക്കാൻ കഴിയുക എന്നത് പരമപ്രധാനമാണ്. ആര് തോൽപ്പിക്കുമെന്ന് പേടിപ്പിച്ചു വന്നാലും, ആരങ്ങനെ ഭയപ്പെടുത്തിയാലും. എന്നോട് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് 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 വർത്താനം പറഞ്ഞത്, തോൽപ്പിച്ച് കാണിച്ചു തരാമെന്നാണ്. തോൽപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? തോൽപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? തോറ്റുപോയാൽ എന്താ കാര്യമുള്ളത്? ജയിച്ചാൽ എന്താ മെച്ചമുള്ളത്? വെറുതെ ജയിച്ചിട്ട് എന്താ കാര്യം? മറ്റുള്ളവന്റെയൊക്കെ മൂടുതാങ്ങി ഒരു നിലപാടുമില്ലാതെ കിട്ടുന്ന ലക്ഷക്കണക്കിന് വോട്ടിനേക്കാൾ നിലപാടിന് കിട്ടുന്ന ഒരൊറ്റ വോട്ടുണ്ടെങ്കിൽ അതുമായി ജീവിക്കാനും നിൽക്കാനും കഴിയുന്ന രാഷ്ട്രീയമാണ് പ്രധാനം. അതാ ഉണ്ടാവേണ്ടത്. അഴാകോഴ നിലപാടല്ല. മുസ്ലിം ലീഗ് ആ നിലപാട് സ്വീകരിക്കാറില്ല. സാദിഖ് അലി ശിഹാബ് നിരന്തരമായി പറയുന്നതും അതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായ അതിക്രമങ്ങളെ ഒറ്റക്കെട്ടായി ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിക്കുകയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അപകടമുണ്ടാക്കുന്ന ഒന്നിനും നിന്നുകൊടുക്കാതെ കേരളത്തിന്റെ രാഷ്ട്രീയ സൗഹൃദത്തിന് സമാനമാം വിധത്തിലുള്ള സാമുദായിക സൗഹൃദവും മെച്ചപ്പെടുത്തിയെടുക്കാൻ KMCC-ക്കാരെ നിങ്ങൾക്ക് എന്ത് കഴിയുമെന്ന് പരിശോധിക്കണം. ഈ ഇസ്ലാമോഫോബിക് കാലത്ത് ആലോചനകൾ അതിലേക്ക് നീങ്ങണം എന്ന് സ്നേഹപൂർവ്വം എല്ലാ പ്രവാസ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്.